ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതായത് പ്രകാശൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അബീനെ. എന്നിട്ട് പറയാണ്, എൻ്റെ ജിലേബി അടുത്തുണ്ടോ, ഒന്ന് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഒന്ന് വെച്ചിട്ട് പോടാ മര്യാദയ്ക്ക്, ഞാൻ അവളെ കൊല്ലാൻ പറഞ്ഞതല്ലേ, നിനക്കപ്പോൾ പറ്റില്ലായിരുന്നല്ലോ, നീ അപ്പോൾ അവളെ കല്യാണം കഴിക്കാൻ നോക്കി എങ്കിൽ അതെങ്കിലും നേരെ ചെയ്തിരുന്നെങ്കിലും എനിക്കിപ്പോൾ ഈ പാടുപെട്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അബി പറയുന്നുണ്ട്, ഞാൻ ഇനി എന്നെ മേലെ വിളിച്ചു പോകരുതെന്ന് പറയുമ്പോൾ സാറേ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ, സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ സാർ എന്നെ ബെയിൽ എടുത്തേ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തെളിവുകൾ മൊത്തം നിങ്ങളുടെ മുത്തശ്ശൻ്റെ കയ്യിലേക്ക് എത്തിക്കുമെന്ന് പറയാണ്. അപ്പോഴേക്കും അബി അയ്യോ അതൊന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും നബി അങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് ഫോണ് കിട്ടാകുന്നുണ്ട്. വീണ്ടും പ്രകാശം വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബെയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് രാത്രിയിൽ. ഈ സമയത്ത് അവൻ പറയുന്നത് ഏകദേശം 10 ലക്ഷം രൂപയോളം ആകും അവരെ ബെയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. തട്ടിക്കൊണ്ട് പോകൽ കേസ് ആയതുകൊണ്ട് തന്നെ. അപ്പോഴേക്കും അബി ആലോചിക്കുകയാണ്, ഈശ്വരൻ എന്താ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പ്രകാശനം അത്രയും ക്യാഷില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തെളിവുകളെല്ലാം ഇന്ന് രാവിലെ തന്നെ നിങ്ങളുടെ മുത്തശ്ശൻ്റെ കയ്യിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ട് അബി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശി നബിക്കായിട്ട് കുറേ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലെ തന്നെ ആ സ്വർണ്ണമൊക്കെ കട്ടിലേക്ക് നിരത്തി വെച്ചിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നബിയ. ഇതേ സമയത്ത് തന്നെ അബി അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ആ സ്വർണ്ണത്തിലെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് നബിയോട് പറയാണ്, നബിയെ എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. എന്ത് അത്യാവശ്യം? അല്ല എനിക്കൊരു 10 ലക്ഷം രൂപയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം നബി ചോദിക്കാണ്, അല്ല അബിക്കിപ്പോൾ എന്താ ഇത്രയും അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നും അല്ല, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുക. അപ്പം എനിക്ക് കുറച്ച് ക്യാഷിന് അത്യാവശ്യമുണ്ട്. നമ്മളൊന്നും ഇങ്ങനെ ശമ്പളക്കാരനായിരുന്നാൽ മതിയോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നവീനെ സോപ്പിടുന്നുണ്ട്. നമുക്കും ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് നമുക്ക് നല്ല നിലയിലാവണ്ടേ, എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. അല്ല എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ, ഞാനിപ്പോൾ എവിടെ തരാനെന്ന് ചോദിക്കും. അല്ല നിൻ്റെ കയ്യിൽ ഈ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശനൊക്കെ തന്നത്, അതെനിക്ക് തരുവാണെന്നുണ്ടെങ്കിൽ അത് പണയം വെച്ച് ഞാൻ ബിസിനസ് തുടങ്ങാം, എന്നിട്ട് നിനക്ക് എത്രയും പെട്ടെന്ന് ക്യാഷ് തരാം. അപ്പോഴേക്കും നബി പറയണം, ഓഹോ അങ്ങനെയായിരുന്നു കാര്യം, എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഈ എൻ്റെ സ്വർണം ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും അബി ചോദിക്കുകയാണ്, ഭർത്താവിന് ആവശ്യം വരുമ്പോൾ ഭാര്യ നിന്നല്ലേ സഹായിക്കേണ്ടത്, നീ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അബി ഈ സ്വർണം എനിക്ക് മുത്തശ്ശൻ തന്നാൽ അത് എനിക്ക് വേണ്ടി മാത്രമാണ്, അത് ഞാൻ നിങ്ങൾക്ക് തരില്ല, നിങ്ങൾ കൊണ്ട് നശിപ്പിച്ച് കളയും, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനും അറിയില്ല, ഉള്ള ജോലി ചെയ്യാനും അറിയില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് കറങ്ങാതെ മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഈ സ്വർണം എല്ലാം കൂടെ എടുത്ത് അവളുടെ കബോർഡിൽ വെച്ച് പൂട്ടുന്നുണ്ട്. ഈ സമയം അബി മനസ്സിലാലോചിക്കാണ്, എൻ്റെ വീട്ടിലെ സ്വർണം എടുത്തിട്ട് എന്നോട് തന്നെ ആജ്ഞാപിക്കുന്നു, നിനക്കിട്ട് ഞാൻ കാണിച്ചു തരാടി, നിന്നെയും ആ പ്രകാശനെ ഞാൻ കൊന്നുകളെ, നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അബി ദേഷ്യപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശും നയനയും റൂമിലിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ നയനോടും തിരുമ്പി തരാൻ പറഞ്ഞ സമയത്ത് നയന തന്നെ തിരുമ്മിയാൽ മതി, ഞങ്ങൾക്ക് കൊണ്ട് വേദന എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ ഓടിയിട്ടുള്ളതല്ലേ, അപ്പൊ എനിക്ക് തിരുമ്പി തന്നാലും കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. എങ്കിലും എല്ലാവരും മുമ്പിൽ വെച്ച് നീ എന്തൊരു കള്ളിയാ, നീ എന്നെ പെടുത്തിയില്ലെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിലും കുറെ കള്ളത്തരങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇത് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാ. എൻ്റെ മനസ്സിൽ എന്ത് കള്ളത്തരം നീ പറയുന്നേ, അതൊക്കെയുണ്ട്, അതെല്ലാം ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞെന്ന് പറയുമ്പോൾ അല്ല എന്താണ് ഞാൻ തുറന്നു പറ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാമെന്നും പറഞ്ഞിട്ട് നയന അവിടുന്ന് പോകുന്നുണ്ട്. ഹാളിലാണെങ്കിൽ ആദർശും ജയനും കൂടിയിട്ട് ഇരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആദർശ്. ജയനും കൂടിയിട്ട് ഈ ഒരു പ്രോഗ്രസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 25% നമ്മൾ മൈനസ് ആയിട്ടുണ്ട്, പക്ഷെ അത് ഉടൻ തന്നെ ഗ്രോത്ത് ആവും, നയനയുടെ ഡിസൈൻ അത്രയ്ക്ക് കുതിച്ചു കയറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നയയുടെ ഡിസൈൻസിനെ പറ്റി ഇനി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജലജയും ദേവേനയും എല്ലാവരോടും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും കനയ്ക്ക് ഇതിലേക്കും നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ. നയനെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ എൻ്റെ മോളുടെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കനകം സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അബി ആണെങ്കിൽ ഈ സ്വർണ്ണമൊക്കെ നബിയെ കാണാതെ അടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ സ്വർണം കൊണ്ട് പതിയെ അവന്റെ പുറകിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. അല്ല നീ എങ്ങോട്ടായി പോന്നേ? അത് ഓഫീസിലേക്ക് എന്ന് പറയുമ്പോൾ അല്ല ഇന്ന് ഓഫീസിലല്ലോ, പിന്നെ നീ എങ്ങോട്ടായി പോന്നെന്ന് ചോദിക്കണം. അത് ഞാൻ ഫ്രണ്ടിനെ കാണാൻ. ഏത് ഫ്രണ്ടിനെ കാണാൻ ചോദിക്കുന്നുണ്ട് ആദർശ്. അല്ല ഏട്ടാ ഒരു അത്യാവശ്യ കേസിനെന്ന് പറയുമ്പോൾ എന്ത് കേസിന്? അല്ല നീ പിൻഭാഗത്ത് എന്താ മറച്ചു വെച്ചിരിക്കുന്നത്, കാണിച്ചേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവൻ കാണിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് എന്താണ് കയ്യിൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു മേടിക്കുകയാണ്.
പിടിച്ചു പറിയുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു സ്വർണത്തിന് താഴെ പോകുന്നുണ്ട്. അങ്ങനെ സ്വർണ്ണമെല്ലാം കൂടെ തെറിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി എഴുന്നേറ്റ് വന്നിട്ട്, ആഹാ, ഇതെല്ലാം ഞാൻ നവ്യമോക്ക് കൊടുത്ത സ്വർണ്ണമാണല്ലോ, അല്ല ഇത് നീ എടുത്തോണ്ട് നീ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആദർശും അഭിയെ ഇങ്ങനെ ചോദ്യം ചെയ്യാണ്, സത്യം പറയണ, ഈ സ്വർണ്ണം എടുത്ത് നീ എങ്ങോട്ടായി പോകുന്നത്? കള്ളത്തരം പറഞ്ഞ് ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി നീ എന്തെങ്കിലും കാണിച്ചു കൂടാനാണ്, പറയടാ, സത്യം പറയണമെന്ന് പറഞ്ഞിട്ട് അഭിനെ ഇങ്ങനെ അടിക്കാനായിട്ട് ആദർശ് കൈ ഓങ്ങുന്നുണ്ട്. നിർത്ത് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അഭി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. പെട്ടെന്ന് ആദർശ് കൈ മാറ്റുന്നുണ്ട് കേട്ടോ. എന്റെ ഭർത്താവിനടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം ചോദിക്കുമ്പോഴേക്കും ആദർശും ജയനും എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ചേച്ചി എന്നെ നയനെ വിളിക്കുമ്പോഴേക്കും എന്താടി എന്താ, അല്ല നിങ്ങൾ ആരോടാ സംസാരിക്കുന്ന അറിയാവോ? എന്റെ ഭർത്താവിനോടാ. ആദർശരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ നവി ചോദിക്കുന്നുണ്ട്, എന്താടി നിന്റെ ആദർശയുടെ കൊമ്പുണ്ടോ? നിന്റെ ഭർത്താവിനെ പറഞ്ഞപ്പം നിനക്ക് നൊന്നില്ലേ? എന്റെ ആദർശേട്ടൻ എന്റെ ഭർത്താവിന് നേരെ കയ്യോങ്ങിയത് നീ കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയനയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്ന നയന അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം സംഭവം ശരിയാണല്ലോ. നയനെ അങ്ങനെ അഭിനെ പറഞ്ഞുകൊണ്ടാണല്ലോ നവിക്ക് ദേഷ്യം വന്നത്. അല്ല, ഇവന് ഈ സ്വർണ്ണം എല്ലാം എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നത് കണ്ടു, അതുകൊണ്ടാണെന്ന് ആദർശ് പറയുമ്പോൾ ഈ സ്വർണം ഞാനാ അഭിയുടെ കൊടുത്തത്. എന്റെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ വരികയാണല്ലോ, ആ സമയത്ത് ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് ഞാൻ അഭിയുടെ കൊടുത്തു വിട്ടാണെന്ന് പറയുന്നു. അതൊക്കെ പുതിയതല്ലേ മോളെ, പോളിഷിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചപ്പം എനിക്ക് പുതിയതോ ആരും മേടിച്ചിരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്തേക്കാന്ന് കരുത്, ഇത്ര ഒരു തെറ്റാണോ? അതുകൊണ്ടാണ് എന്റെ ഭർത്താവ് പോയത്. അതിനെന്റെ ഭർത്താവിന് ഇങ്ങനെയൊക്കെ ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ട് ഒരു ക്രിമിനലിനെ പോലെ എല്ലാവരും പിടിച്ചു നിർത്തി അടിക്കാനൊക്കെ പോകുന്നു. ഇതൊക്കെ എവിടുത്തെ നിയമ? ഈ വീട്ടിലെ മൂത്ത മരുമകൾക്കും അവരുടെ മക്കൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, മറ്റാർക്കും ഇവിടെ സ്ഥാനമില്ല. എല്ലാവരും തുല്യരാണെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആദർശ് പറയണം, നവ്യ സോറി, അഭി സോറി, ഞാൻ അറിഞ്ഞില്ല. നവ്യ, ഇവൻ മോശപ്പെട്ട ഏതെങ്കിലും വഴിയിലേക്ക് പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. നിനക്ക് തന്നെ അറിയാം ഇവന്റെ സ്വഭാവം, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ലാതെ എനിക്ക് ഇവനോട് യാതൊരു ദേഷ്യവും ഒന്നുമില്ല. എനിക്ക് പേടിയാ ഇവൻ എന്തെങ്കിലും മോശപ്പെട്ടത് കാണിച്ചാല് അത് നമ്മുടെ കുടുംബത്തിന്റെ ആകപ്പാടല്ലേ പേരുദോഷം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എന്ത് ചെയ്യാന്നുള്ള ധൈര്യം ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് നവീൻ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശൊന്നും മിണ്ടാൻ പറ്റാതെ ആദർശിനെ കൂടി നിൽക്കുകയാണ്. അപ്പോഴേക്കും അഭി മനസ്സിലോർക്കാണ്, ഹോ രക്ഷപ്പെട്ടു, എന്തായാലും ഇവിടെ വന്ന് വിളിഞ്ഞ് രക്ഷിച്ചു, അത് തന്നെ വലിയൊരു കാര്യം. എന്നിട്ട് നവ്യ പോയിട്ട് അഭിയോട് ഈ സ്വർണ്ണമൊക്കെ തന്നേരം അഭി, ഇനി ഇത് പോളിഷ് ഒന്നും ചെയ്യണ്ട, ഞാൻ കൊണ്ട് വെച്ചോളാന്ന് പറഞ്ഞിട്ട് അഭിയെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് നവ്യ ഈ സ്വർണ്ണമായിട്ട് കയറിപ്പോകുന്നുണ്ട്. എല്ലാവരും ഹാളിൽ നിന്ന് പിരിഞ്ഞു പോവാണ്. അപ്പോഴേക്കും ഈ സ്വർണം കൊണ്ട് നവ്യ കബോർഡിൽ വെച്ചിട്ട് താക്കോല് കൂട്ടി വേറെ സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അഭി വരുമ്പോൾ അഭി പറയുന്നുണ്ട്, എല്ലാം നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്ത് നശിപ്പിച്ചു, ആര് നശിപ്പിച്ചു? നിങ്ങൾ തന്നെ ഈ വീട്ടിലെ കള്ളനാകുന്നത് ഇത്ര ശരിയല്ല, നിങ്ങൾ കള്ളനാന്ന് ഞാൻ അറിഞ്ഞുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വർണ്ണം ഞാൻ ഇവിടെ വെക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓ, കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട, ഇത് നിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണം തന്നല്ലോ, എന്റെ വീട്ടിലെ സ്വർണ്ണമല്ലേ, അപ്പൊ ഇത്ര അഹങ്കാരം പാടില്ലെന്ന് പറയുമ്പോൾ ഓഹോ ഇപ്പൊ അങ്ങനെയായോ, ഞാൻ വന്നില്ലെങ്കിലേ കാണായിരുന്നു ഇപ്പൊ എല്ലാവരുടെയും നിന്നെ പോരിച്ചെടുക്കുന്നത് എന്ന് നവ്യ പറയുന്നുണ്ട്. അപ്പൊ ഇത്രമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇതുപോലെ ഡെയിലി എപ്പിസോഡ്സിന്റെ റിവ്യൂസും അതുപോലെ തന്നെ അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂസും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.